വാടക ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത് 1,00,000-ലധികം രൂപ. വാടക കെട്ടിടത്തിലെ പരിമിതിയിൽ ഇന്നും വീർപ്പുമുട്ടുകയാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ. മാറി മാറി വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇക്കണ്ട വർഷമത്രയും കൈയഴിഞ്ഞതോടെ സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് അവഗണന നേരിടുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ പഴയ അടയാളപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ നിലവിലത്തെ സ്ഥിതി എന്ത്? ഞാൻ ബൈജു അരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദീർഘകാലത്തെ മുറവിളിക്ക് ശേഷം 1982-ലാണ് തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനായി സ്ഥലം ഏറ്റെടുക്കലിന് തുടക്കമിടുന്നത്. 1986 ആയപ്പോഴേക്കും നടപടിയായി. തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് പിന്നിൽ 96 സെൻറ്റ് ഭൂമി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, സൂപ്രണ്ട് ഓഫീസ്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫീസ്, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്ഥലം അനുവദിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്നത്തെ നഗരസഭ അംഗീകാരം നൽകിയിട്ടില്ലെന്നാണ് റിട്ടയർ പോസ്റ്റ്മാൻ ടി ഗംഗാധരൻ പറയുന്നത്. നമ്മൾ മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഹെഡ് പോസ്റ്റ് ഓഫീസായ തിരൂരിൽ 82-ൽ നമ്മൾ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് 86-ലാണ് ഇതിൻ്റെ നടപടിയൊക്കെ പൂർത്തിയാക്കി 96 സെൻറ്റ് സ്ഥലം ഇപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതുമാതിരി തന്നെ സൂപ്രണ്ട് ഓഫീസ്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫീസ്, സൂപ്രണ്ടിൻ്റെയും അതുമാതിരി തന്നെ പോസ്റ്റ് മാസ്റ്റർമാരൊക്കെയുള്ള ക്വാർട്ടേഴ്സുകൾ ഒക്കെ വേണ്ടിയിട്ടാണ് സ്ഥലം എടുത്തത്. ആ സ്ഥലത്തിന് പ്ലാനെല്ലാം കൊടുത്തു. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അന്നത്തെ മുനിസിപ്പാലിറ്റി ചില ഡിമാൻഡ് വെച്ചിട്ട് പ്ലാൻ പാസ്സാക്കി തന്നില്ല. അതിന് ഞങ്ങൾ NFP എന്ന യൂണിയൻ വളരെ ശക്തമായിട്ട് ഇടപെട്ടെങ്കിലും കൂടിയിട്ട് അവർ പ്ലാൻ പെൻഡിങ്ങിൽ വെക്കുകയാണ് ചെയ്തത്. നമ്മളെ സൈറ്റിൻ്റെ അതിൽ കൂടി ഒരു റോഡ് വികസനം വേണം നടുക്കു കൂടി എന്നുള്ള ആവശ്യപ്പെട്ടത്. അത് നമ്മൾ എൻജിനീയർ തയ്യാറായില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായില്ല. ഏതായാലും നമ്മൾ അന്നത്തെ മന്ത്രിയായിരുന്ന ET മുഹമ്മദ് ബഷീർ, പിന്നീൽക്കാലത്ത് അദ്ദേഹം MP ആയി, അദ്ദേഹത്തിനോടൊക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇതുവരെ അവിടെ ബിൽഡിങ് വരാൻ സാധിച്ചിട്ടില്ല. 1.25 കോടി ഉറുപ്പിക 1990-ൽ പാസ്സായെങ്കിലും ഇവിടെ പ്ലാൻ കിട്ടാത്തതിൻ്റെ പേരിൽ അത് ഒലവക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഒലവക്കോട് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ തുക വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് വേണ്ടിയിട്ട്, RMSന് വേണ്ടിയിട്ട്, സൂപ്രണ്ട് ഓഫീസിന് വേണ്ടിയിട്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫീസിന് വേണ്ടിയിട്ട് എല്ലാം വലിയ തുക സർക്കാർ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ സ്ഥലം അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക വാടക കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു 8-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ കോടി ഉറപ്പിക ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസ്, സൂപ്രണ്ട് ഓഫീസ്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫീസ്, RMSനും ആവശ്യമാണ്. RMSനൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കും. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്. അതിന് പൊന്നാനി നിയോജകമണ്ഡലം MP-യും വിചാരിക്കണം. അവരുടെ ഒരു നിരന്തരമായ ഇടപെടലിൽ കൂടി മാത്രമേ നമുക്ക് പണം സാങ്ഷൻ കിട്ടുകയുള്ളൂ. പ്ലാനും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതാണ്. മുനിസിപ്പാലിറ്റി തരാത്ത പ്ലാൻ തള്ളിയിട്ട് പിന്നെ ഗവൺമെൻറ്റിൽ നിന്നാണ് പ്ലാൻ കിട്ടിയത്. 1,35,000 ഉറുപ്പിക കെട്ടിവെച്ചിട്ടാണ് അന്ന് പ്ലാനിന് അംഗീകാരം കിട്ടിയത്. ഇത് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് ഈ ഭൂമി വാങ്ങിയത്. എക്വിസിഷൻ പോലും അല്ല. അപ്പോൾ അത്രയും ടൗണിൽ നല്ലൊരു ഭൂമി കിടക്കുമ്പോൾ നമ്മൾ വലിയ തുക വാടക കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ജീവനക്കാർക്കാണെന്ന് വെച്ചാൽ ഈ വാടക കെട്ടിടത്തിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാരും കേന്ദ്ര സർക്കാരും അതുമാതിരി തന്നെ ഈ തിരൂരിൻ്റെയും ഉള്ള പൊന്നാനി നിയോജകമണ്ഡലം MP-യും ശ്രമിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. നാൽപ്പത് വർഷത്തോളമായി ഒഴിഞ്ഞുകിടക്കുന്ന ഈ ഭൂമി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വാടക ഇനത്തിൽ വരുന്ന ഭീമമായ തുക സർക്കാരിന് ലാഭിക്കാം. കെട്ടിട നിർമ്മാണത്തിനായി പൊന്നാനി MP അബ്ദുസമദ് സമദാനി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന്
നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ KK സലാം മാസ്റ്റർ പറഞ്ഞു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം 1 ഏക്കറയോളം വരുന്ന സ്ഥലം 40 വർഷത്തോളമായി തിരൂർ നഗരസഭയുടെ ഹൃദയഭാഗത്ത് വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ മറ്റും സ്വന്തം കെട്ടിടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അത് വാങ്ങിച്ചിട്ടത്. അത് ഓരോ വർഷവും നമ്മളിപ്പോൾ നടക്കുന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഒരു 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അത് പൂർത്തിയാവാതിരിക്കുകയാണ്. തിരൂരിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് തിരൂർ നഗരസഭയുടെ ഓഫീസിന്റെ തൊട്ടടുത്തും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി അടുത്തായിട്ട് എടുക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം പ്രയോജനപ്പെടുത്തിയാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് സാമ്പത്തിക ലാഭവും തിരൂരിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവും. അപ്പോൾ തിരൂരിൽ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെയാണ് നമ്മുടെ സൂപ്രണ്ട് ഓഫീസ്. മാത്രമല്ല ഈ സ്ഥലം നിൽക്കുന്നത് തിരൂർ തൃക്കടിയൂർ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലാണ്. അപ്പോൾ തൃക്കടിയൂർ പോസ്റ്റ് ഓഫീസ് കെട്ടിടം, ഇത്തരം കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വാടക കെട്ടിടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 കെട്ടിടങ്ങൾക്കുമായിട്ട് വാടക ഇനത്തിൽ ഏകദേശം 1 ലക്ഷത്തിൽ പരം രൂപ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. ഇവിടെ ഒരു പുതിയ സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കി അതിലേക്ക് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും നല്ലൊരു കെട്ടിടമാവും. അതോടൊപ്പം തന്നെ സർക്കാരിന് വാടക ഇനത്തിൽ ഭീമമായ ഒരു സംഖ്യ മെച്ചവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. ഈ കാര്യത്തിൽ എത്രയോ കാലമായിട്ട് തിരൂരിലെ ജനങ്ങളും മറ്റ് ജനപ്രതിനിധികളൊക്കെ ഒരുപാട് മറുപടി കൂട്ടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് സ്ഥാപനം ഉള്ളത്. നമ്മളെ ബഹുമാനപ്പെട്ട MP-യുമായി അടുത്ത ദിവസവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല പത്രങ്ങളിലൊക്കെ ചില റൈറ്റപ്പ് ഒക്കെ വന്നതിനെ തുടർന്ന് തന്നെ വിഷയം ഒന്നുകൂടി സജീവമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ MP-യുമായി അബ്ദുൽ സമദ് സമദാനി സാഹിബുമായി ബന്ധപ്പെട്ടപ്പോൾ അവരതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അവർ നേരത്തെ ലെറ്റർ കൊടുത്തിരുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ട് ലെറ്റർ കൊടുക്കാനും ബഹുമാനപ്പെട്ട പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിന് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ മന്ത്രി MP തലത്തിലൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും തിരൂരിലെ ജനങ്ങളും ജനപ്രതിനിധികളൊക്കെ ഒന്നിച്ച് ഇതോടൊപ്പം നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് പ്രാപ്തമാക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത് നമ്മൾ MP മുഖേന എല്ലാ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് നമ്മളെ മീഡിയാസ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏറെ പ്രയോജനപ്രദമാണ്. മീഡിയകളൊക്കെ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് ഏറെ പ്രയോജനപ്രദമാകും എന്നുകൂടി പ്രതീക്ഷിക്കുക. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സ്വന്തമായി കെട്ടിടം അനുവദിക്കാത്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെട്ട് കെട്ടിടം നിർമ്മിക്കണമെന്നും CPIM തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി T. ഷാജി പറഞ്ഞു. തിരൂരിൽ വർഷങ്ങളോളം പഴക്കമുള്ള നിരവധി സബ് പോസ്റ്റ് ഓഫീസുകളുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ആ ദൈനംദിന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ തിരൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇന്നും വാടക കെട്ടിടത്തിലാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഒന്നായ തിരൂരിലെ ആ സ്ഥാപനത്തിനകത്തെ ജീവനക്കാരുടെ പ്രയാസങ്ങളും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റ് സൗകര്യക്കുറവുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ നിത്യേന ആവശ്യങ്ങൾക്കെത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് 40 വർഷത്തോളമായി സ്വന്തമായി ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നിലനിൽക്കുന്നുണ്ട്. അവിടെ അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ സ്വന്തമായ കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് CPM-ന് പറയാനുള്ളത്. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസുമായി അതിൻ്റെ സ്വന്തം കെട്ടിടത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ സമരങ്ങൾ CPM-ൻ്റെ നേതൃത്വത്തിൽ തിരൂരിൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട RMS സ്ഥിതി ചെയ്യുന്ന തിരൂരിൽ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പ്രവർത്തനം മാറ്റിയ തിരൂരിലെ RMS, CPM-ഉം CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ, മറ്റ് ബഹുജന സംഘടനകളൊക്കെ വലിയ പ്രക്ഷോഭം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച RMS തിരൂരിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായത്. ആ ഒരു സമരത്തിൻ്റെ തുടർച്ചയെന്നോണം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് തിരൂരിലെ RMS-നും സൗകര്യമായ റെയിൽവേയോട് ചേർന്ന് സൗകര്യപ്രദമായ സ്ഥലത്ത് സ്വന്തം കെട്ടിടമുണ്ടാക്കണം എന്നൊരു ഡിമാൻഡ് ഞങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ മുന്നിൽ, കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ നിർമ്മാണം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ തിരൂരിൽ ഏറ്റവും ആവശ്യമായ RMSൻ്റെ സൗകര്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ മറ്റ് വിദ്യാർത്ഥികളും എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന RMSൻ്റെ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഈ പോസ്റ്റ് ഓഫീസിന് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ആ ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായ സ്ഥലം കണ്ടെത്തി ആ ഭൂമി ഏറ്റെടുത്ത് RMSന് സ്വന്തമായ കെട്ടിടം കൂടി നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 40 വർഷത്തോളമായി സ്ഥലം വാങ്ങി കാട് പിടിച്ച് കിടക്കണം. ആ സ്ഥലത്ത് അനുയോജ്യമായ കെട്ടിടം നിർമ്മിക്കണം. തിരൂരിലെ RMS സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സ്വന്തമായ കെട്ടിടവും നിർമ്മിക്കണം എന്നാണ് CPMന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. പോസ്റ്റ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം പ്രതിഷേധാർഹമാണെന്നും കെട്ടിട നിർമ്മാണത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ പറഞ്ഞു. തിരൂർ പോസ്റ്റ് ഓഫീസിന് സ്ഥലം വാങ്ങി കാലങ്ങളായി അതിലൊരു കെട്ടിടം ഇതുവരെ പണി പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല എന്നുള്ളൊരു വാർത്ത, അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്ത നമ്മളിങ്ങനെ കാണുകയുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാർ എല്ലാ സ്ഥലത്തും വേണ്ട വിധത്തിലുള്ള ഫണ്ടുകൾ നൽകിക്കൊണ്ട് കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പരിപോഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോസ്റ്റ് ഓഫീസിൽ അതിന് അവിടെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ, വളരെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നുമാണ് നമ്മൾക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംരംഭം നാട്ടിൽ വരുന്നതോടുകൂടി നമ്മുടെ ഇത്രയും കാലം പോസ്റ്റ് ഓഫീസിൽ വരുന്ന ജനങ്ങൾക്കും അതവിടെ വാടക കെട്ടിടത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നല്ലൊരു സംവിധാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. വളരെ അടുത്ത ദിവസം തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന്, പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. നീണ്ട 40 വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ജനങ്ങളുടെ ഈ ആഗ്രഹം സഫലമാവണം. വാങ്ങിയിട്ട സ്ഥലത്ത് സ്വന്തം കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം അങ്ങോട്ട് മാറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.